ഉത്രാടം തിരുവോണം നാളുകളിൽ മലബാറിന്റെ നാട്ടുവഴികളിലൂടെ ഒട്ടുമണി കുലുക്കി വരുന്ന ഒരു അതിഥിയുണ്ട്. മലബാറുകാരുടെ മാവേലി തമ്പുരാൻ അഥവാ ഓണപ്പൊട്ടൻ. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ മാവേലി തമ്പുരാനെ ഓണപ്പൊട്ടൻ എന്ന് വിളിക്കുന്നത് എന്തിനാ? പരിഹസിച്ച് വിളിക്കുന്നതാണോ? അതല്ല നാട്ടുകാരവരുടെ ഒരു നാട്ടുപരിചയം വെച്ച് വിളിക്കുന്നതാണോ? ഇത്തവണയും മുടക്കമില്ലാതെ ഓണപ്പൊട്ടൻ വീടുകളിലെത്തും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ആചാരം കൂടുതലായും കാണുക. എത്രയെത്ര വൈവിധ്യമാർന്ന കാഴ്ചകളല്ലേ കാണാം. ഓണം കേരളത്തിന്റെ ഉത്സവമാണെങ്കിലും ഓണത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ നാട്ടിലും വ്യത്യസ്തമാണ്. തെയ്യങ്ങളുടെ നാടായ മലബാറിൽ മാവേലിക്കുമുണ്ടൊരു തെയ്യം ടച്ച്. വേഷമൊക്കെ കണ്ടാൽ ഒരു തെയ്യമായി തോന്നുമെങ്കിലും മഹാബലിയാണ് ഓണപ്പൊട്ടന്റെ വേഷത്തിലെത്തുന്നതെന്നാണ് ഐതിഹ്യം. നമ്മളെ അച്ഛൻ വലിയച്ഛൻ്റെ കാലം മുഴുവൻ അത് ഒരു ചെയ്ത് കൊണ്ടുവന്ന പിന്നെ നമ്മൾ ഏറ്റുവാങ്ങി. പിന്നെ മുടക്കണ്ടല്ലോ. കൊല്ലം തോറും അങ്ങനെ 55 വർഷമായി അത് മുടക്കിയില്ല. ഇപ്പോൾ നമ്മളെ വീട്ടുകാരൊക്കെ നോക്കി നിൽക്കും. വന്നില്ല രാത്രി ഉറക്കൊഴുവാൻ നമ്മളെ മുടിയും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചാണ് പിന്നെ പുലർച്ചെ 6 മണിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ മുണ്ടിയില വർത്താനം പറയാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാ വീട്ടിലും കാരി നമ്മൾ ചന്തവാട് പൂജമണി കാണിക്കും. പൂജമണിയിൽ അവർ അരി വാരി പൂജമണിയിൽ ഇട്ടുതരും. ഓണപ്പൊട്ടന്റെ സന്ദർശനം വീടിന് ഐശ്വര്യമുണ്ടാക്കുമെന്നാണ് വിശ്വാസം. ഈ മലബാർ ഭാഗത്തെ ഏറ്റവും വലിയ ഒരു ചടങ്ങാണ് ഈ ഓണപ്പൊട്ടൻ്റെ വീട്ടിലേക്കുള്ള വരവ്. ഓണത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് വരാറുള്ളത്. പിറ്റേ ദിവസം വരുന്ന രീതിയുണ്ട്. ഓണേശ്വരൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഓണപ്പൊട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്. ഏതായാലും മഹാവിഷ്ണുവിൻ്റെ വീടുകൾ തോറുള്ള സന്ദർശനമായിട്ടാണ് ഈ ഒരു ഐതിഹ്യത്തെ കാണുന്നത്. ഓണത്തിൻ്റെ ഒരു ഐശ്വര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനങ്ങളുടെ ക്ഷേമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വീട് വീടാന്തരം കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് അവിടുന്ന് ചെറിയ ചില ദക്ഷിണ സ്വീകരിച്ച് വീട്ടുകാരെ അനുഗ്രഹിച്ച് ഈ ഓണേശ്വരന്മാർ വീടിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു. മലബാറിന്റെ നാട്ടുവഴികളിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഓട്ടുമണികിലുക്കി പ്രജകളെ അനുഗ്രഹിച്ചാണ് ഓണപ്പൊട്ടൻ കടന്നു പോകുന്നത്. ഇന്നും അന്യം നിന്നു പോകാത്ത ഈ ആചാരം കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.